മൂന്നാർ അല്ലെങ്കിൽ ഊട്ടി അതായിരുന്നു നിർബന്ധം. കോടയുടെ സീസൺ അല്ലാത്ത കാരണം ഇടയ്ക്കൊന്ന് കുന്തിരിക്കാൻ പോക്കേണ്ടി വന്നു. എന്നാലും വൈബിനൊരു കുറവുമില്ല. കുട്ടികൾക്ക് പോലും ട്രക്ക് ചെയ്ത് ഇത്രയും നല്ല വ്യൂ പോയിന്റിൽ സിമ്പിളായി എത്താം. എങ്ങോട്ട് നോക്കിയാലും മനസ്സിനെ കുളിരണിയിക്കുന്ന ഫ്രെയിമുകൾ. കുട്ടികളുടെ നിർബന്ധത്തിന് വഴങ്ങി പോയതാണെങ്കിലും പോയത് നന്നായി എന്ന് എനിക്കും തോന്നി. ജീവനില്ലാത്ത കാട്ടിയെ കണ്ട് പേടിച്ച കുട്ടികൾക്ക് ജീവനുള്ള മൃഗങ്ങൾ കൗതുകമായി. ഫാം ടൂർ കഴിഞ്ഞ് അവരുടെ പ്രധാന ആവശ്യമായ കിഡ്സ് പൂള് 1, 2, 3, 4 അതിൽ 4ാമത്തതിനെ മാത്രം പൊക്കിയെടുത്തത് കാരണം തിരികെ കിട്ടി. ഈ പ്രോപ്പർട്ടിയിൽ വലിയവർക്കും കുട്ടികൾക്കും പറ്റിയ ആക്ടിവിറ്റികൾക്ക് ഒരു പഞ്ഞവുമില്ല. 70 ഏക്കറിൽ വിശാലമായി കിടക്കുന്ന ഈ പ്രോപ്പർട്ടി മുഴുവനായി ആസ്വദിക്കണമെങ്കിൽ കുറഞ്ഞത് ഒരു 2 ദിവസമെങ്കിലും വേണം. ഒരു ദിവസം മാത്രം നിന്ന് ഞങ്ങൾക്ക് സിപ്പ് ലൈനും കയാക്കും അഡ്വഞ്ചർ പാർക്കും മിസ് ചെയ്യേണ്ടി വന്നു. പൊതുവെ ഇതേപോലെയുള്ള ഹിൽ സ്റ്റേഷൻ എല്ലാം ഭക്ഷണത്തിന്റെ കാര്യത്തിൽ കുറച്ച് പുറകോട്ടായിരിക്കും. പക്ഷെ ഇവിടെ അത് നേരെ തിരിച്ചായിരുന്നു. ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവൂ. ഭക്ഷണം പോലെ തന്നെ റൂമിൻ്റെ കാര്യത്തിലും നിങ്ങൾ ഒട്ടും തന്നെ കോംപ്രമൈസ് ചെയ്യേണ്ടതില്ല. വീഡിയോയ്ക്ക് റീച്ച് കിട്ടാൻ വേണ്ടി വെറുതെ തള്ളുന്നതല്ല. നമ്മുടെ ലാലേട്ടൻ അഭിനയിച്ച 12th മാൻ എന്ന മൂവിയിലെ പ്രധാന ലൊക്കേഷനായിരുന്നു ഈ ഇടം. അപ്പോൾ തന്നെ ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ. അവിടം വിടും മുമ്പ് ഓർമ്മയിലേക്ക് ഒരു ഫ്രെയിം കൂടി. ഇനി ലൊക്കേഷൻ ഊട്ടിയോ മൂന്നാറോ ആണെന്ന് തെറ്റിദ്ധരിക്കേണ്ട. തൊടുപുഴയ്ക്കടുത്തുള്ള കുളമാവിലെ ഗ്രീൻബർഗാണ് സ്ഥലം.